നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കറിയാണ് കേട്ടോ. പച്ചമാങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായയും കൂടിയുള്ള തേങ്ങ അരച്ച് വെച്ച ഒരു നാടൻ കറി. ഈ കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പം നമുക്ക് വേഗം കറി തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് പ്രധാനമായിട്ടും 3 താരങ്ങളാണല്ലോ, പച്ചമാങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് കഴുകിയെടുക്കാം. എന്നിട്ട് ആദ്യം മുരിങ്ങക്കായും കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, ഇത് രണ്ടും കൂടെ ഞാനുള്ളൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കിട്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, 1-2 പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ എല്ലാം ഒഴിച്ച് യോജിപ്പിച്ച് ഇതൊന്ന് തിളപ്പിക്കുക ആദ്യം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് മാങ്ങ കഷ്ണം ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണവും കൂടി ചേർത്ത് അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അരപ്പിനായിട്ട് എടുക്കുന്നത് തേങ്ങയും ഒരു നുള്ളു ജീരകവും 2-3 ചെറിയ ഉള്ളിയും കൂടെ ആണ് അരച്ചെടുക്കേണ്ടത്. നന്നായി അരച്ചെടുക്കുക, നല്ല മഷി പോലെ അരച്ചെടുക്കുക. നമ്മളിപ്പോൾ മാങ്ങ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം ഒരു പകുതി കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പം ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. പിന്നെ ഉപ്പ് നോക്കുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് പോരെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പ് ചേർത്തതിന് ശേഷം അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ താളിച്ചിടുക. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. മാങ്ങ കുമ്പളങ്ങ മുരിങ്ങക്കായ കറി ഒരു നല്ല രുചിയുള്ളൊരു കറിയാണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.